നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇന്നത്തെ ഈ സൂം മീറ്റിംഗ് ചെയ്യാനുള്ള ഉദ്ദേശം, ഓരോരുത്തർക്കും പല സംശയങ്ങൾ ഉണ്ടാകാം. അപ്പൊ സംശയങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു അവസരമാണ്. നമസ്കാരം. വളരെ സന്തോഷം സന്തോഷം. എല്ലാവരെയും നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഇന്നുണ്ടായിരുന്നു. സന്തോഷം, വളരെ സന്തോഷം. വളരെയധികം നന്ദിയുണ്ട് സാർ. ഞാനിത് വളരെ കാലം മുമ്പ് കേട്ടിരുന്ന കാര്യം. അടുത്തുള്ള ഒരു സുഹൃത്ത് ഈ കോഴ്സിലൊക്കെ പോയി വിവരമൊക്കെ പറഞ്ഞു. പക്ഷെ അത് എനിക്ക് മുന്നോട്ട് പോകാനോ എനിക്കൊരു ഗുരുവിനെ കിട്ടാനോ വൈകി. പക്ഷെ ഇപ്പോൾ ആദ്യമായിട്ട് സാറിനെ എനിക്ക് ആ ഗുരുവായി ലഭിച്ചതിൽ വളരെ സന്തോഷം. അത് ദൈവാനുഗ്രഹത്താൽ കിട്ടിയതാണ്. പിന്നെ ഈ 11 ദിവസം എനിക്ക് വലിയ സന്തോഷമുണ്ട് സാർ. വളരെ ആക്റ്റീവായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇപ്പോൾ പ്രാക്ടിക്കലും ഉണ്ട്. 2 നേരമായിട്ടാണ് ചെയ്യുന്നത്. തുടർന്ന് സാറിന്റെ നിർദ്ദേശവും ഉപദേശവും എല്ലാം ആവശ്യമുണ്ട്. അത് സാർ തുടർന്ന് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റവർക്ക് വേണ്ടി ഞാൻ മാറുന്നു സാർ. നമസ്കാരം സാർ. നെക്സ്റ്റ്, ലേഡീസിൽ ആരെങ്കിലും ഉണ്ടോ? ഈ കൂട്ടത്തിൽ ലേഡീസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഷെയർ ചെയ്യുക. ഞാൻ കൊച്ചിയിൽ നിന്നാണ്, കള്ളൂരുത്തി. ഓക്കെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ 3 ദിവസം എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പം വരാൻ പോകുന്നത് തുടർച്ചയായിട്ട് ചെയ്യാം. ഇനിയിപ്പം ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോ ഇന്ന് തുടങ്ങി അങ്ങോട്ട് 21 ദിവസം വരെ ഫുള്ളായിട്ട് എങ്ങനെ എന്ത് വന്നാലും ചെയ്യാന്ന് തന്നെ വിചാരിച്ചു. ചെയ്യാം. ഇനിയിപ്പം ഒരേ ഇരുത്തത്തിൽ എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് തീർക്കാനായിട്ട് സാധിച്ചില്ല എന്ന് വരാം. കാരണം പലർക്കും പല തിരക്കുകളാണ്. അപ്പം അത് 3 നേരങ്ങളിലായിട്ട് ചെയ്യാം. മനസ്സിലായി? അപ്പൊ അത് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. ഇത് പറഞ്ഞ പോലെ 3 സമയങ്ങളിലായിട്ട് ചെയ്ത് തീർത്തോളൂ. ഓക്കെ, ശരി. ഇപ്പൊ നെക്സ്റ്റ് ആരാണ്? ഓക്കെ സാർ. പിന്നെ ഏതായാലും ഞാൻ കുറെ കാലമായിട്ട് റേക്കിയെ കുറിച്ച് ഫസ്റ്റ് കേട്ടത് ഒരു 3-4 വർഷം മുമ്പാണ്. അപ്പൊ അന്ന് മുതൽ എങ്ങനെ പഠിക്കാന്നുള്ള ഒരു അന്വേഷണം ഉണ്ടായി. അപ്പൊ പിന്നെ പഠിക്കാനുള്ള പല മാസ്റ്റേഴ്സിന് നമ്മളിങ്ങനെ സമീപിച്ചിരുന്നു. ഐ മീൻ ഡയറക്റ്റ് അല്ല, അതുപോലെ ഓൺലൈനിൽ. പക്ഷെ അന്നൊക്കെ പഠിക്കാനുള്ള സാഹചര്യം ഒത്തു കിട്ടിയില്ല. അപ്പോൾ ലാസ്റ്റ് ഇപ്പൊ അങ്ങനെ സാറിന്റെ ഒരു എന്താ പറയാ ഗുരുത്വത്തോടു കൂടി പഠിക്കാൻ കഴിഞ്ഞു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ 11 ദിവസത്തെ ക്ലാസ് വളരെ ലളിതമായിരുന്നു. ഞാൻ വിചാരിച്ചത് ഭയങ്കര ടഫാവും, നമ്മളെങ്ങനെ വാട്സപ്പ് വഴിയൊക്കെ പഠിക്കാൻ കഴിയുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പൊ അത് സിമ്പിളായിട്ട് 50 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ അത് ഇത്ര ഉള്ളോ, ഇനി എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ അത് അത്ര തന്നെ ഉള്ളൂ. അപ്പൊ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ലളിതമായ ഭാഷയിൽ നമുക്ക് കാര്യങ്ങൾ എഴുതിയിട്ട് ചിലതുണ്ടാവും ഒരുപാട് വായിച്ചിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഇതങ്ങനെ ഒന്നുമില്ല. ഇത് വളരെ ലളിതമായിട്ട് സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അത്രയും സിമ്പിൾ ആയിട്ട്. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു ഇത്ര സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളോ, ഇങ്ങനെ തന്നെയാണോ, അത്ര തന്നെ ഉള്ളോ എന്നൊക്കെ വിചാരിച്ചു. അതുപോലെ പിന്നെ ദീക്ഷ, ഞാൻ വിചാരിച്ചത് ഇതിപ്പോ ഒരുപാട് ദിവസം നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വലിയ കടമ്പൊക്കെ കഴിഞ്ഞിട്ട് സാറിന് ബോധ്യപ്പെട്ട മാത്രം തരുന്ന അങ്ങനെയാണോ എന്നൊക്കെ സംശയിച്ചിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ തന്നെ സാറ് ആ ദീക്ഷ എന്നുള്ള സംഭവം നമുക്ക് തന്നു. അപ്പൊ അതിൽ വളരെയധികം നന്ദിയുണ്ട്. പിന്നെ എനിക്കിത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒന്നാമത് എന്താ വെച്ചാൽ ജോലി സമയം അങ്ങനെ. പക്ഷെ ഇനി മുതൽ അതിനുവേണ്ടി രാവിലെ ചെയ്യലാണ് എനിക്ക് കൂടുതൽ ഉത്തമം. അപ്പോൾ ടൈം കിട്ടുക. അപ്പം സാധാരണ എഴുന്നേൽക്കുന്ന സമയത്തിനാണ് കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റിട്ട് ഇനി മുതൽ അങ്ങോട്ട് 21 ഡേയ്സ് കറക്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. വെരി ഗുഡ്. പിന്നെ നമുക്ക് സംശയങ്ങൾ ചോദിക്കാൻ വേറെ സെഷൻ ഇതിൽ തരുമല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരുടെയും ഓരോരുത്തരുടെ അനുഭവങ്ങളും പറഞ്ഞതുപോലെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തൽ കഴിഞ്ഞിട്ട് സംശയത്തിലേക്ക് കിടക്കാം. ഓക്കെ, നെക്സ്റ്റ്. വെൽക്കം. നെക്സ്റ്റ്, ഉദയകുമാർ. സർ നമസ്കാരം. സർ നമസ്കാരം. സർ കാണാമല്ലോ അല്ലേ?
കാണാം. സന്തോഷം. എല്ലാവരെയും നേരിട്ട് കാണാൻ സാധിച്ചതിൽ 11 ദിവസം പരസ്പരം ആരാണ് എങ്ങനെയാണ് നേരിട്ട് കാണാതെയുള്ള ഒരു സംവാദമായിരുന്നു. ഇന്ന് നമുക്ക് നേരിട്ട് കാണാനും സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അതെ സർ, അതെ അതെ അപ്പൊ സർ. പറഞ്ഞു. ആക്ച്വലി സാർ ഇപ്പം മുർഷിദ് പറഞ്ഞ പോലെ ഞാനും കരുതിയത് ഇത് ഒരുപാട് കടമ്പകളൊക്കെ ഉണ്ടാവും ഇതിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയാണ് ഞാൻ കരുതിയത്. അപ്പം സാറ് സിമ്പിളായിട്ട് ഓരോ ദിവസം കുറച്ച് നോട്ട്സ് ഒക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് വായിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതുപോലെ ദീക്ഷാ സമയത്താകുമ്പോഴേക്ക് ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കാറ്റഗറി അങ്ങനെ ഒരിക്കൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചു ഞാനും. അപ്പോൾ ആ സമയത്ത് അവിടെ ഇരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ സത്യം പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും എനിക്ക്. ആ ഒരു 8 മണിക്ക് ശേഷം ഒരു 8 മണി കുറഞ്ഞ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ ശരിയായ ഒരു ബലം എനിക്ക് കിട്ടി. എനിക്ക് അത് കാണിച്ചാൽ എനിക്ക് ഫുള്ളായിട്ട് ഞാൻ കംപ്ലീറ്റ് തരിപ്പായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത്, പക്ഷേ എനിക്ക് ശരീരം മൊത്തം മരിഞ്ഞു മുറുകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതിയത് എനിക്ക് സംഭവിക്കുന്നത് തന്നെയാണോ, പക്ഷേ ഞാൻ ഐ വാസ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു അത് ദീക്ഷ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മനസ്സ് പൂർണ്ണമായിട്ട് അശാന്തമായിരുന്നു. അതും പക്ഷെ എനിക്കത് കിട്ടുക ചെയ്തു ആക്ച്വലി. പിന്നെ ഇപ്പൊ ഞാൻ ഇതുപോലെ പ്രാക്ടീസ് ഇപ്പൊ 2-3 ദിവസമായിട്ട് ഞാൻ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബാക്കിയുണ്ട്, അതിപ്പോ എന്തെങ്കിലും രാത്രി ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാർ ഒരു സംശയങ്ങൾ പിന്നീട് ചോദിച്ചാൽ മതി അല്ലേ സാറേ? അടുത്ത നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് സംശയത്തിലേക്ക് പോകാം. അതെ അല്ലെ, ആയിക്കോട്ടെ സാർ. ഫിസിക്കലി കുറച്ച് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു സാർ എനിക്ക് ഇഷ്യൂസ് ഓൾറെഡി എനിക്ക് ഇഷ്യൂസ് ഉണ്ട് സാർ. ഞാൻ ബെഡ് റിഡൻ ആയ വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഓട്ടോഇമ്യൂണിറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്രോബ്ലം നിലവിലുണ്ട് അതിന് ആക്ച്വലി. അതെനിക്ക് നീർക്കെട്ട് വരുന്ന പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് എനിക്ക് അവിടെയൊക്കെ ഭയങ്കര പെയിനോ എന്തോ ഒരു ബുദ്ധിമുട്ട്, അത് എനിക്ക് അവിടെ ഒരു ബ്ലോക്കേജ് പോലെയോ എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ഉണ്ടാവുമായിരിക്കും സാർ അല്ലേ? അത് തുടക്കത്തിലുണ്ടാവും. പിന്നെ അത് പിന്നീട് അത് മാറിക്കിട്ടും. ഇറ്റ്സ് എ ഗുഡ് സൈൻ. മേ ബി അതൊരു ഗുഡ് സൈൻ ആയിട്ട് എടുക്കണം സാർ. അതെ, അങ്ങനെ തന്നെ എടുക്കാം അല്ലേ? അതൊരു നല്ല ലക്ഷണമായിട്ട് തന്നെ എടുക്കാം അല്ലേ? കാണിച്ച് എനിക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് പിന്നെ എന്താ സങ്കടം തോന്നുന്നു ചില സമയം. അങ്ങനെയൊക്കെ എന്തൊക്കെ ഒരു ഫീൽ തോന്നുന്നുണ്ട് ചില സമയങ്ങൾ ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മള് ഇത്രയും കാലം ചെയ്യാത്തതായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ശരീരമായിട്ട് പൊരുത്തപ്പെടുക എന്നുണ്ടല്ലോ, അത് മനസ്സായിട്ടും ആദ്യം മനസ്സ് പൊരുത്തപ്പെട്ട് വരണം, പിന്നെ അത് ശരീരത്തിന്, അപ്പോഴാണ് ബലം കൂടുതൽ കിട്ടുക. അപ്പോൾ മനസ്സിൽ ആദ്യം റേക്കി പ്രവർത്തനം തുടങ്ങുന്നത് നമ്മുടെ മാനസിക തലത്തിലാണ്. മനസ്സിനെ നിയന്ത്രിച്ചിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതും ഈസി ആയിട്ട് വരും. കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, ശരിയായിക്കോളും. ഓക്കെ, മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് സ്ഥലം. ഓക്കെ. ഇപ്പൊ അക്യുപഞ്ചറിസ്റ്റ് ആണ്. പിന്നെ ഒരു 20 വർഷം മുമ്പ് റേക്കി ഒന്ന് പഠിച്ചിരുന്നു. പിന്നെ അത് മറന്നു, പിന്നെ അത് വിട്ടുപോയി. ഇപ്പൊ അന്നൊക്കെ പഠിച്ചതിലേറെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ക്ലാസ് തോന്നിയത്. ഇപ്പൊ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ ദിവസം 11-ാം തീയതിയാണ് നമ്മള് ദീക്ഷ തന്നത്. അപ്പോ ആ സമയത്തൊക്കെ കുറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു തണുപ്പൊക്കെ അനുഭവപ്പെട്ടിരുന്നു ശരീരത്തിന്. അതാണ് തോന്നിയത്. ആ ദിവസം തന്നെ റേക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ചെയ്തപ്പോയെങ്കിലും പിന്നെ സമയം കിട്ടിയില്ല, ഫുള്ള് ചെയ്യാൻ പറ്റിയില്ല. പിറ്റത്തെ ദിവസം ഫുള്ള് ചെയ്തപ്പോ ഭയങ്കര ക്ഷീണം തോന്നി. കാലുകൾക്കൊക്കെ ഭയങ്കര ക്ഷീണം തോന്നി. പിന്നെ ക്ഷീണം ഫുള്ളങ്ങോട്ട് ഇപ്പോഴും മാറിയിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് 2 നേരമായിട്ട്. അപ്പോ വളരെ നന്ദി. ഇനി ഇതിന്റെ ബാക്കി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാറ് എപ്പോഴും ലൈനിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്റെ സമയം മാക്സിമം നൽകാറുണ്ട്, എല്ലാവർക്കും സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാറുണ്ട്. ഓക്കെ. അതേപോലെ നമ്മൾ കൈ വെക്കുന്ന സ്ഥലത്ത് ഭയങ്കര ഹീറ്റ് അനുഭവപ്പെടുക. അതെ, അതുണ്ടാവും. ഹീറ്റ് ഉണ്ടാവും. ചിലവർക്ക് തണുപ്പ് ആയിരിക്കും അനുഭവപ്പെടുന്നത്, ചിലവർക്ക് ഇക്കിളിപ്പെടുത്തുന്ന ഒരു അനുഭവമായിരിക്കും. അത് ആ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിലുള്ള ആ ടിങ്ക്ലിംഗ് സെൻസേഷൻ ശരീരം മൊത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കിടന്നിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും നമുക്ക് അനുഭവിക്കാം. തീർച്ചയായിട്ടും. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ്, അന്തിക്കാടാണ് സ്വദേശം. ഇപ്പൊ ദുബായിലാണ് ഉള്ളത്. ഞാൻ ഇവിടെ ഫ്രീലാൻസർ ആയിട്ട് കൈറോപ്രാക്ടർ ആണ്. ഈ ഡിസ്കിന്റെ ഇഷ്യൂസ് ഒക്കെ സെറ്റ് ചെയ്യാം. പിന്നെ മുൻപ് യോഗ പഠിപ്പിക്കുകയും ചെയ്യായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുന്നതാ ഏതെങ്കിലും ഒരു ഹീലിംഗ് മൊഡാലിറ്റി പ്രാക്ടീസ് ചെയ്യണമെന്ന്. പക്ഷെ ഇതുവരെ അതിനൊരു ഭാഗ്യം ഉണ്ടായില്ല. അങ്ങനെ ഇപ്പോഴാണ് അതിന്റെ കറക്റ്റ് സമയം വന്നത്.
അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് സെൽഫൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല എന്താ പറയാ ഒരു പ്രത്യേക ഒരു അവസ്ഥ ഉണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. കാരണം മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതാണ് ഞാൻ സജീവമായിട്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്നതിന് മുന്നോടിയൊക്കെ ആയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫാമിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ 26 പോയിന്റ്സിൽ. നല്ല അനുഭവമാണ് സാർ. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. ഐ എം സയ്യിദ്. പറഞ്ഞോളൂ. മോസ്റ്റ് വെൽക്കം. പറയണം, എന്തൊക്കെയാണ് ഈ 11 ദിവസത്തെ അനുഭവം? എവിടുന്നാണ്? സെൽഫ് ഇൻട്രൊഡക്ഷൻ. കോഴിക്കോടാണ്. പിന്നെ ഞാനിപ്പോ മെയിൻ ആയിട്ടുള്ളൊരു ഇതെന്താ വെച്ചാല് പരമാവധി മുമ്പൊക്കെ പാസ്റ്റും ഫ്യൂച്ചറും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇപ്പം ഇത് ചെയ്തതിന് ശേഷം പരമാവധി പ്രസന്റിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ മറ്റ് ചിന്തകളോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ചിന്തകളോ അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തകളൊന്നും അങ്ങനെ വരുന്നില്ല. അതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനത് ദീക്ഷന്റെ സമയത്തും പറഞ്ഞു. കണ്ടിന്യൂ, പ്ലീസ് കണ്ടിന്യൂ, പറഞ്ഞോളൂ. ദീക്ഷന്റെ സമയത്തും അതേ ഫീൽ എനിക്ക് ഉണ്ടായത്. എന്താ പറയുക, ഒരു മനസ്സിനൊരു ഹാപ്പിനെസ് പോലെ ഫീൽ ചെയ്തു. എന്തായാലും ഇതിൽ എത്തിപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് നന്ദി സാർ. താങ്ക് യു. സാധാരണ നമ്മളിങ്ങനെ ലൈവ് ആയിട്ടുള്ള പ്രോഗ്രാമിൽ എല്ലാവർക്കും മനസ്സിലാവാനായിട്ട് ഒരു ടെക്നിക് യൂസ് ചെയ്യാറ്. എങ്ങനെയാണ് ഈ റെക്കിയുടെ എനർജി സ്വന്തമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ മറ്റുള്ളവർക്കും അതെങ്ങനെ പറഞ്ഞു കൊടുക്കാനും അനുഭവിച്ച് കാണിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ്. അപ്പൊ എല്ലാവരും ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. എല്ലാവർക്കും എന്നെ കാണുന്നുണ്ടാവും, ഇല്ലേ? വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും. ഓക്കെ. അപ്പം നമ്മുടെ ഈ രണ്ട് കൈകൾ പരസ്പരം ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് നമ്മുടെ ഈ നമസ്കാര മുദ്രയിൽ വെച്ചിട്ട് ഒന്ന് ഈ കൈനെ ഒന്ന് ഇതുപോലെ ഒന്ന് തടവുക. അധികം പ്രഷർ കൊടുക്കണമെന്നില്ല, വളരെ സാവധാനത്തിൽ. എന്നിട്ട് നമ്മുടെ ശ്രദ്ധ ഈ രണ്ട് കൈകളുടെ ഇടയിലായിട്ട് വേണം. ഇനി അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരസിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊരു 2 ഇഞ്ച് ദൂരത്തിൽ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഈ രണ്ട് കൈകളുടെ ഇടയിൽ ഏതെങ്കിലും രീതിയിലുള്ള അനുഭവം ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധാപൂർവം ഒന്നത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം കുറച്ച് സമയം എടുത്തോളൂ. വല്ല വൈബ്രേഷൻ, ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിനെ കേന്ദ്രീകരിച്ചിട്ട് ആ ഒരു സ്ഥലത്ത് അനുഭവിക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞ് ഞാൻ എന്താണോ ചെയ്യുന്നത് അതുപോലെ ഇതുപോലെ ഈ രണ്ട് കൈകളും ഇങ്ങനെ ഒരു ചക്രം നമ്മളെങ്ങനെ ചെയ്യുന്നത് ആ രീതിയിൽ ഇങ്ങനെ ചെയ്യും. അപ്പോഴും ഈ രണ്ട് കൈകളുടെ ഇടയിൽ, കൈകളുടെ നടുവിലും വിരലുകളിലും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ എന്ന് നോക്കും. ചിലവർക്ക് ഇപ്പൊ തന്നെ അനുഭവങ്ങൾ വന്നു തുടങ്ങി കാണും. ഇനി പയ്യെ ഇതിന്റെ ദൂരം, രണ്ട് കൈയുടെ ദൂരം വളരെ സാവധാനത്തിൽ പിറകോട്ടേക്ക് കൊണ്ടുപോകുക. രണ്ട് കൈകളും ഇപ്പോഴും അതിനിടയിലുള്ള അനുഭവങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തോന്നുന്നത്? നിങ്ങളുടെ കയ്യിൽ
ഒരു മാഗ്നറ്റിക് ഫീല് കിട്ടുന്നുണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയണം. വെയിറ്റ് അനുഭവപ്പെടുന്നു സോറി, ആയിട്ട് തോന്നുന്നുണ്ട്. ഉണ്ട് സാറേ, കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ആക്ച്വലി ഇത് റെക്കിയുടെ ഒരു പന്ത് പോലെയാണ്. ബോൾ, റെക്കി ബോളാണ്, ഇല്ലേ? ഒരു പന്ത് കയ്യിലുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ ഇപ്പൊ, ഇല്ലേ? ഉണ്ട്. ഗുഡ് ഗുഡ്. അപ്പം ഈ പന്ത് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. ഇങ്ങനെ കൈ രണ്ടും ദൂരെ ദൂരെ കൊണ്ടുപോകുന്നതിനനുസരിച്ചിട്ട് അതിന്റെ വലിപ്പം നമുക്ക് തന്നെ തോന്നും. ആ പന്ത് വലുതായിട്ട് വലുതായിട്ട് ഇങ്ങനെ വികസിക്കുന്നതായിട്ട് തോന്നും. ഇടക്ക് വേണമ്പോ ഇടക്ക് കൈനെ ഒന്ന് ഇതുപോലെ ഇതുപോലെ ഒന്ന് പ്രസ്, നമ്മളെ പന്തിനെ ഒന്ന് പ്രസ് ചെയ്യാറില്ല, അതുപോലെ ഒരു ഫുട്ബോൾ പന്ത്, ഫുട്ബോൾ നിങ്ങളുടെ കയ്യിലാണെന്നും അതിനെ പ്രസ് ചെയ്യുമ്പോൾ അതൊന്ന് ഞെരുങ്ങുന്നതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് ഇത് കൈ രണ്ടും എത്ര ദൂരം വരെ പതുക്കെ പതുക്കെ കൊണ്ടുപോയാൽ മതി, എത്ര ദൂരം വരെ ഈ അനുഭവം ഉണ്ട് എന്നുള്ളത് നോക്കണം, സ്വയം നോക്കണം, എത്ര ദൂരം വരെ കൊണ്ടുപോകാം. അനുഭവം എവിടം വരെയുണ്ട് അവിടെ വെച്ച് നിർത്തിക്കോളൂ. ആ ബോളിന്റെ ആ മാഗ്നറ്റിക് ഫീൽ, വൈബ്രേഷൻ ഫീൽ ആവുന്നത് സ്ഥലം എപ്പോഴാണ് അത് അവസാനിക്കുന്നതായിട്ട് തോന്നുന്നത് അവിടെ വെച്ചിട്ട് നിർത്താം. എന്നിട്ട് ഞാൻ ഇനി എന്താണോ പറയാൻ പോകുന്നത് അത് ശ്രദ്ധാപൂർവം ചെയ്തു. അതുപോലെ തന്നെ ബോൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരിക്കണം. ഈ റെക്കി ബോൾ വളരെ വിലപ്പെട്ടതാണ്. ഈ റെക്കി ബോളിനെ നിങ്ങളുടെ തന്നെ ഏതെങ്കിലും ഒരു ചക്ര വഴി ശരീരത്തിനകത്ത്, നിങ്ങളുടെ തന്നെ ശരീരത്തിനകത്തേക്ക് ഇതുപോലെ, ഉദാഹരണത്തിന് ഹൃദയത്തിന് ചക്രം അതിന് കൊടുത്തോളൂ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്നത് പോലെ ആ രണ്ട് കൈകളും ഹൃദയത്തിന്റെ ഹാർട്ട് ചക്രയ്ക്ക് കൊടുത്തോളൂ. നമ്മൾ ദിവസവും കുടിക്കുന്ന വെള്ളത്തിന് ഇത് കൊടുക്കാം. ആ വെള്ളം ഒരു മെഡിക്കേറ്റഡ് വാട്ടറായിട്ട്, മരുന്ന് പോലെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. നമ്മൾ സ്വന്തം കൈവച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം നമുക്ക് ഓൾറെഡി ഉണ്ട്. അതിന് പുറമെ ഇതുപോലെ ചെയ്യുമ്പോൾ ആ വെള്ളത്തിന് ഊർജം നൽകി കഴിഞ്ഞാൽ അതൊരു മരുന്നിന്റെ രൂപത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഒരുപാട് ഉന്മേഷം നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങൾ പറയാം. ഇപ്പൊ ചെയ്ത ഈ റെക്കി ബോളിന്റെ ടെക്നിക്സിൽ ചെയ്യുമ്പോഴുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യും. ഓരോരുത്തരായിട്ട് മുന്നോട്ട് വന്ന് ഷെയർ ചെയ്യും. സാർ പറഞ്ഞ പോലെ എനിക്ക് ആദ്യം തന്നെ മാഗ്നറ്റിക് ഫീൽ ചെയ്തു. പിന്നീട് ഞാനത് ഒരു ഏകദേശം ഒരു 1.5 അടിയോളം എനിക്ക് പിന്നീട് പിന്നെ രണ്ട് കൈകൾ പറ്റുകളും അകത്താൻ പറ്റി. അപ്പൊ അന്നേരം ഒരു കൈ മാത്രം അനങ്ങുന്ന സമയത്ത് മറ്റേ കൈന്റെ ഉള്ളം കൈയില് ഒരു വട്ടത്തിരിക്കുന്ന സമയത്ത്, ഒരു കൈ മാത്രം വട്ടത്തിരിക്കുന്ന സമയത്ത് മറ്റേ കൈന്റെ ഉള്ളിൽ ഒരു നമ്മുടെ ലോക്ക് തിരിയുന്ന പോലെ ഒരു എന്തോ ഒരു തിരിയുന്ന പോലെ തോന്നുന്നു, ഫീൽ ചെയ്തു. അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു. വെരി ഗുഡ്. ഓക്കെ സാർ. നെക്സ്റ്റ്. സാറേ നമസ്കാരം. നമസ്കാരം. ഓക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈന്റെ പത്തിയുടെ സെന്റർ പോർഷൻ അവിടെ ഒരു തുടിപ്പ് ഫീൽ ചെയ്തായിരുന്നു. ഓക്കെ, പിന്നെ ഫിംഗറിന്റെ ടിപ്പിന്റെ അവിടെയും ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്തു. നല്ല രീതിയിൽ അത് മാഗ്നറ്റിക്കിന്റെ ഫീല് നല്ലപോലെ കിട്ടി. പിന്നെ അതുപോലെ പുഷ് ചെയ്യാൻ പറഞ്ഞില്ല. അപ്പൊ നല്ല രീതിയിൽ കറക്റ്റ് നമുക്കൊരു ബോള് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന പോലെ ആ ഒരു ഫീല് കറക്റ്റ് കിട്ടി. കാരണം നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഈ ബോള് ഇങ്ങനെ ഞെരുക്കുമ്പോൾ ആ ഒരു പ്രഷർ ഉണ്ടാവില്ല നമ്മുടെ കൈക്ക്, രണ്ട് കൈക്കും വരുന്ന ശരിയായ ബോള് നമ്മുടെ കയ്യിൽ വെച്ച് ഞെരുക്കുമ്പോഴുള്ള ആ പ്രഷർ, അതേപോലെയുള്ള അനുഭവം നമുക്ക് റെക്കി ബോൾ ക്രിയേറ്റ് ചെയ്യുന്ന നമുക്ക് ഉണ്ടാവും. ഗുഡ്, നല്ലൊരു അനുഭവം.
സാർ എനിക്ക് അത് ഞാൻ പറയാനിരുന്നതാ. ഞാൻ ഇങ്ങനെ അടുപ്പിക്കുമ്പോഴും അടുക്കുന്നില്ല, എന്തോ ഒരു ഉള്ളില് ഇങ്ങനെ നല്ല ഒരു pressing. എനിക്ക് കഴിയുന്നില്ല മുമ്പോട്ട് കൊണ്ടുവരാൻ. പിന്നെ ഒരു സാധിക്കില്ല, വൈബ്രേഷൻ. ചിലപ്പോ സാധിക്കില്ല, അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം അതിനെത്ര വികസിപ്പിക്കാൻ സാധിക്കുമോ അത്രയും വികസിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അതാ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇനി നിങ്ങൾ സ്വയം ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കും. ഈ റേക്കി ബോളിനെ കുറിച്ച് അത് ഏതെല്ലാം രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു, അത് സ്വന്തമായിട്ട് ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അതിൽ എക്സ്പേർട്ട് ആയിട്ട് മാറും. സാറേ നമസ്കാരം. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഒരു സംശയം സാറിന്റെ അടുത്ത് ഞാൻ ഡയറക്റ്റ് കോൾ ചെയ്തിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് ഡ്രസ്സിന്റെ മേലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാറ് മറുപടി പറഞ്ഞു. വേറെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പിക്ചറിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ കൈകള് ഇങ്ങനെ വല്ലാതെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അതോ കുറച്ച് വികസിപ്പിച്ചിട്ടോ അങ്ങനെയാണോ നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത്? ഇപ്പൊ തന്നെ പറഞ്ഞുതരാം, അത് എല്ലാവരും ശ്രദ്ധാപൂർവം കേട്ടോളൂ. നമ്മുടെ കൈ ഒരു ചെറിയ രീതിയിൽ ഒരു കപ്പിന്റെ രൂപത്തിലാക്കി വെക്കുന്നത് നല്ലതാണ്. കപ്പ് ഷേപ്പ് ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി വെക്കുന്നതും ഈ കപ്പ് ഷേപ്പ് ആക്കി വെക്കുന്നതും വളരെ ചെറുതായിട്ട് വെച്ചാൽ മതി. ഈ കപ്പ് ഷേപ്പ് വെക്കുന്നതിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ ഈ കൈയുടെ പൊസിഷന്റെ ഒരു PDF ഫയലും അയച്ചിരുന്നു. പക്ഷെ എത്ര പേര് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയോന്ന് അറിയില്ല. പക്ഷെ എന്നാലും അതിനാണ് ഞാൻ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് വരുന്നത്. ഇതുപോലെ കപ്പിന്റെ ഷേപ്പിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ എനർജിയുടെ ഫ്ലോ കൂടുതലായി. ഇതുപോലെ കൈ വിരലുകളൊന്നും ദൂരെ വെക്കരുത്, എല്ലാം അടുപ്പിച്ച് തന്നെ വെക്കണം. എന്നിട്ട് ഈ കപ്പ് ഷേപ്പ്. സോ നാവ് ഇപ്പോ ഈ കപ്പ് ഷേപ്പിൽ വെക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈ നമ്മുടെ ഒരു പിരമിഡിന്റെ ഷേപ്പിൽ ആയി വരുന്നു. അപ്പം സാധാരണ എനർജിയേക്കാളും 10 മടങ്ങെന്ന് പറയാൻ പറ്റില്ല, അതിലും എത്രയോ കൂടുതൽ എനർജി ഈ ഷേപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനും കിട്ടുന്നതാണ്. മാഗ്നിഫൈങ് ഗ്ലാസ്, ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് പോലെ പ്രവർത്തിക്കും പിരമിഡ്. എന്താണ് മാഗ്നിഫൈങ് ഗ്ലാസ് ചെയ്യുന്നത്? മാഗ്നിഫൈങ് ഗ്ലാസ് അക്ഷരങ്ങളെ 10 മടങ്ങായിട്ട് നമുക്ക് വലുതായിട്ട് കാണിച്ചു തരും. എന്റെ സംശയം, ഈ റേക്കി ഏത് പ്രായം മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു? മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അതിനൊന്നും പ്രായ പരിധികളൊന്നുമില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യാം. ചെറിയ കുട്ടികൾക്ക് മുതൽ എത്ര പ്രായമുള്ള ആൾക്കാർ. അപ്പൊ അവിടെ എനർജി പ്രശ്നം അതൊന്നും വരുന്നില്ല? ഇല്ല, കാരണം റെക്കി ഓൾറെഡി ഒരു അവബോധമുള്ള റെക്കിക്ക് അറിയാം ഒരു വ്യക്തിക്ക് എത്ര വേണം, എവിടെ വേണം, എന്തിന് വേണം എന്നുള്ള റെക്കിക്ക് അറിയാം. നമ്മൾ ചിലപ്പോ ചെയ്യുന്നത് ഒരു തലവേദനക്കായിരിക്കാം, പക്ഷെ റെക്കി ചെന്ന് പ്രവർത്തിക്കുന്നത് വേറെ എവിടെയെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വല്ല പ്രശ്നങ്ങളുണ്ടോ അതിനെ ചെന്നിട്ടാണ് ആദ്യം ക്യൂർ ചെയ്യുക. അതിനുശേഷം പിന്നെ തലവേദനക്ക് ക്യൂറബിൾ ആയിരിക്കും. പക്ഷെ ആദ്യം ചെല്ലുന്നത് റെക്കിയുടേതായിട്ടുള്ള ഒരു അവബോധം, ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. റെക്കി സ്വയം പ്രവർത്തിച്ച് ചോദിക്കും. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ക്ലിയർ. പിന്നെ അതുപോലെ ഒരു സംശയം കൂടി ഉണ്ട് സാറേ. നമ്മളിപ്പോ സെൽഫ് ചെയ്യുമ്പോ ഓരോ ചക്രാസിലും 3 മിനിറ്റ്സ് ചെയ്യണം എന്നാണല്ലോ പറഞ്ഞത്. അതെ, നമ്മള് മറ്റുള്ളവർക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണോ? യെസ് 3 മിനിറ്റ്സ് നിർബന്ധം തന്നെ. 3 മിനിറ്റ്സ് മിനിമം ആണ്. 3 മിനിറ്റ്സിൽ കൂടുതൽ ചെയ്യുന്നത് അത്രയും ഗുണം ചെയ്യും. കാരണം ഈ 3 മിനിറ്റ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് റെക്കിയുടെ ആ ഫ്ലോ ശരിക്കും ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ മിനിമം 3 മിനിറ്റ്സ് ടൈം അതിന് വേണം. അതിൻ്റെതായ രീതിയിൽ അത് ഇറങ്ങി നമ്മൾ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് മിനിമം 3 മിനിറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ എഡീഷണൽ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ്. എക്സ്ട്രാ സമയം. സാർ ഒരു സംശയമുള്ളത്, പറഞ്ഞോളൂ സാർ. നമുക്ക് ഈ ഒരു രോഗിക്ക് 26 സ്ഥാനങ്ങൾ നമ്മൾ കൊടുക്കണ്ടായിരുന്നു. അവരെ സ്പെസിഫിക് അസുഖത്തിന്റെ മാത്രം അങ്ങനെ എന്തെങ്കിലും വല്ല 26 സ്ഥാനങ്ങൾ നമ്മൾ 26 പോയിന്റ്സും ചെയ്ത് കൊടുക്കണം എന്നാണ്
ഞാനൊക്കെ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് ആ ട്രഡീഷൻ. റെക്കിയുടെ ആ സമ്പ്രദായത്തിൽ 26 സാധനങ്ങൾ ചെയ്തു കൊടുത്തിട്ട് പിന്നെ എക്സ്ട്രാ വരുന്ന സമയം ഏത് പർട്ടിക്കുലർ ഏതാണ് ആ ഒരു അസുഖം അവിടേക്ക് എക്സ്ട്രാ ടൈം കൊടുത്തു. ഹോൾ ബോഡി ചെയ്യണം. എവിടെയാണ് ഒരു വ്യക്തിയിൽ ബ്ലോക്കേജസ് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് തലയുടെ ഭാഗത്തായിരിക്കാം, ഏതെങ്കിലും ശരീരത്തിന് വേറെ ഏതെങ്കിലും ഭാഗം. അപ്പം ആ ഭാഗത്തൊക്കെ റേക്കി എനർജി, ഈ ഊർജം ചെന്ന് ഇറങ്ങിയിട്ട് ആ ബ്ലോക്കേജസ് എന്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് അത് പ്രവർത്തിച്ചിട്ട് അത് ഇല്ലാതാവും. സാർ പക്ഷേ നമുക്കത് ഇപ്പം അവർക്ക് എന്തെങ്കിലും ബ്ലോക്കേജസ് എന്തെങ്കിലും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുമോ സാർ? അത് എക്സ്പേർട്സ് ആകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നല്ലൊരു സാധകനായി മാറുമ്പോൾ നമുക്ക് തന്നെ അറിയാം, കൈ വെക്കുമ്പോൾ ഇവിടെ അദ്ദേഹത്തിന് കൂടുതൽ എനർജി വേണം എന്നുള്ളത് നമുക്ക് തന്നെ ഫീൽ ആയി. അപ്പൊ നമുക്ക് തന്നെ മനസ്സ് നമ്മുടെ തന്നെ പറയും അവിടെ കൈ വെച്ചോളൂ കൂടുതൽ നേരം. അതെ, പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്നതൊക്കെ റേക്കിയാണ്. ആ ഊർജമാണ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും എല്ലാം നിയന്ത്രിക്കുന്നതെല്ലാം പിന്നെ റേക്കി തന്നെയാണ്. ഇല്ല, വിശ്വാസം ഇല്ലാത്ത ആൾക്കും റേക്കി കൊടുക്കുമ്പം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് അതിന്റെ ഫലം ലഭിച്ചിരിക്കും. അത് സ്വീകരിക്കാനായിട്ട് പറ്റും. സ്വീകരിക്കാനായിട്ട് പറ്റും. റേക്കി സ്വീകരിക്കും, അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വീകരിച്ചിരിക്കും. അദ്ദേഹത്തിന്റെ മനസ്സാണല്ലോ വിശ്വാസം ഇല്ലാത്തത് എല്ലാം കിടക്കുന്ന മനസ്സിന്റെ കളിയാണല്ലോ. യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ആനന്ദം എന്നല്ല അനുഭവിക്കുന്നത്. ഒരു സുഖം, കുറച്ചു നേരത്തേക്കുള്ള ഒരു സുഖം, സന്തോഷം എന്ന് പറയാം, ഹാപ്പിനെസ്. ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആനന്ദാംബുധി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം. ഇതാണ് ഡെഫിനിഷൻ. ആനന്ദത്തിന്റെ ഡെഫിനിഷൻ ഇതാണ്. ആനന്ദാംബുധി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം. ഓരോ നിമിഷം ആനന്ദം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതിൽ താഴോട്ടേക്കില്ല. അതാണ് റിയൽ ഹാപ്പിനെസ്. റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ അവസ്ഥയാണ്. എപ്പോഴും നിങ്ങൾക്ക് ആനന്ദാംബുധി വർദ്ധനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പ്രതിപദം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പൂർണ്ണാമൃത ആസ്വാദനം, എന്നിട്ട് അതിൻ്റെ ഒരു ആസ്വാദനം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. പൂർണ്ണാമൃതാസ്വാദനം നമുക്ക് എത്തേണ്ടത് അതാണ്. ഇപ്പൊ വിശക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സന്തോഷമായി, സംതൃപ്തിയായി. അദ്ദേഹത്തിന് വീണ്ടും 2 പ്രാവശ്യം 3 പ്രാവശ്യം ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ അദ്ദേഹത്തിന് വേണ്ട. അതെന്താ? അതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട് ആ ഒരു സുഖത്തിന്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഭൗതികമായിട്ട് എന്ന് പറയുന്ന ഇവിടെയുള്ള എന്തൊക്കെയാണ് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ, അത് താൽക്കാലികമാണെന്ന് മനസ്സിലാക്കുക. ശാശ്വതമായിട്ടുള്ളത് ആനന്ദം എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം, ആ ഒരു പൊസിഷൻ, ആ ഒരു ലെവൽ അച്ചീവ് ചെയ്യണം. അതിന് നമുക്ക് റേക്കി ഒരുപാട് സഹായിക്കും. റേക്കിയിലെ കൂടെ വളരെ എളുപ്പമാണ്. അത് ശരിക്കും കൈ ശരിക്കും തട്ടുവോ? ശരീരത്തിൽ തട്ടാതെ അത് വിട്ടുപിടിച്ചിട്ടുണ്ടോ? ഇറ്റ് ഡിപ്പെൻസ്. ചിലർക്ക് ഇപ്പം വിരോധം ഇല്ലെങ്കിൽ കൈവച്ചിട്ട് തന്നെ ചെയ്യാം. കൈവച്ച് ചെയ്യാം. ഇനിയിപ്പം ഇപ്പോൾ സ്ത്രീകളെ കേസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൈവച്ച് ചെയ്യാൻ ചില പാർട്സുകൾ ബോഡിയുടെ നമുക്ക് സ്പർശിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അവിടെ നമുക്കൊരു 2 ഇഞ്ച് മേളിലായിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചികിത്സ നൽകാം. ഏറ്റവും നല്ലത് കൈവച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ്. ഇനി സാധിച്ചില്ല എങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ 2 ഇഞ്ച് മുകളിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് ചെയ്യും. റേക്കിയുടെ ആ ഊർജം അവിടെ അതുപോലെ തന്നെ എത്രയാണോ വേണ്ടത് ആ രീതിയിൽ തന്നെ അവിടെ കിട്ടും. ഈ 21 ദിവസം കഴിഞ്ഞതിന് ശേഷവും നമ്മളിത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണ്ടേ? പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നൊരു ചൊല്ലുണ്ടല്ലോ. എത്രയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് മാറും. നമ്മളിൽ ഒരു പ്യൂരിറ്റി ഉണ്ടാക്കിയിട്ട് തന്നെ കൊണ്ടുവരും. നമ്മൾ തന്നെ ഒരുപാട് മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സിനകത്തുള്ള നേരത്തെ ഒരുപാട് മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ കിടപ്പാണ്. എത്രയോ ജന്മങ്ങളായിട്ടും എത്രയോ വർഷങ്ങളായിട്ടും നമ്മൾ ഈ ലൈഫിൽ തന്നെ
ഉള്ളത്? മനസ്സിനകത്ത് ഇങ്ങനെ കിടപ്പാ? സാറ് എനിക്കൊരു ഡൗട്ട്. ആ, ചോദിച്ചോളൂ. നമ്മള് ഈ കൈ കൊടുക്കുമ്പോ ഇപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ ലിവറിന്റെ അവിടെ കൈ കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര ഒരു കുത്തൽ പോലെ തോന്നി. Yes, yes. അപ്പൊ നമുക്ക് അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടാണോ അത് അവിടെ അങ്ങനെ കുത്തൽ ഫീൽ ചെയ്യുന്നത്? പ്രോബ്ലം എന്ന് പറയാനായിട്ട് പറ്റില്ല, പക്ഷെ അവിടെ റെക്കിയുടെ ഊർജത്തിന്റെ ആവശ്യം കൂടുതലാണെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യിക്കുന്നതാണ്, അനുഭവിക്കുന്നത്. അവിടെ കൂടുതൽ കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് എവിടെയാണോ തോന്നുന്നത് അവിടെ നിങ്ങൾ കൂടുതൽ കൊടുക്കാം. ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പ്രോബ്ലം ഉണ്ടാവണമെന്നില്ല, ഇറ്റ്സ് നോട്ട് നെസസറി. പക്ഷെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം, എക്സ്ട്രാ ആയിട്ട് കൊടുത്തോളൂ. അത് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. റെക്കിക്ക് അറിയാം, റെക്കി അത് ചെയ്തോളൂ, പ്രവർത്തിച്ചോളൂ റെക്കിയുടെ രീതിയിൽ. അതായത് രാത്രി ചെയ്യുന്നേക്കും ബെറ്റർ പകലാണ് എന്നുള്ള അങ്ങനെ എന്തെങ്കിലും? ഇല്ല, റെക്കിക്ക് അങ്ങനെയൊന്നുമില്ല. ഏത് സമയം ചെയ്താൽ അതിന്റെ ഫലം ഒരേപോലെ കിട്ടിയിരിക്കും. പക്ഷെ ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ മോർണിംഗ് ടൈം തന്നെ. എന്താണ് അത് ഞാൻ വേറെ പറഞ്ഞു തരാം എന്തുകൊണ്ടാണെന്ന്. നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയം അതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ജീവിതം ഓരോരുത്തരുടെ ഒച്ചപ്പാവും ബഹളവും ഒക്കെ ആയിട്ട് നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണ്, ഏത് രീതിയിലാണ് റെക്കിയുടെ ആ ഊർജം നമ്മുടെ ശരീരത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ അനുഭവങ്ങൾ, അത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഏത് സമയത്ത് റെക്കി നൽകും, സ്വീകരിക്കുകയും ചെയ്യാം, മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. പക്ഷെ ബെസ്റ്റ് ടൈം ഏതൊരു കാര്യവും, നമ്മുടെ പഠിക്കുന്ന കാര്യമായിക്കോട്ടെ, ഏത് കാര്യത്തിലും മോർണിംഗിൽ പഠിക്കുന്നതിന് വേറെ ഒരു പ്രത്യേകത. രാവിലെ പഠിക്കും. നമ്മളിത് ചെയ്തു തുടങ്ങുമ്പോ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരേ ഇരിപ്പിരുന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണോ? അല്ലെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞു 3 നേരമായിട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പം എനിക്കിപ്പം ഒരേ ഇരിപ്പിന് കാരണം എനിക്ക് അങ്ങനെ പറ്റുള്ളൂ, 3 നേരം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ആ ഒരു മണിക്കൂർ നമ്മൾ ചെയ്യണതിനിടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് എടുത്ത് ഒരു കുറച്ച് 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടി വന്ന് എന്നിട്ട് തിരിച്ചു വന്ന് ബാക്കിയുള്ളത് അങ്ങനെ ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്യാം. സർ, അതുപോലെ തന്നെ അതിലൊരു നമ്മുടെ ആ ഓർഡർ ഉണ്ടല്ലോ 26 സ്ഥാനങ്ങളിലെ, അതിന് നമ്മൾ ഏതെങ്കിലും ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ചെയ്യുന്നതിന് പകരം മറ്റേ ചെയ്തു പോയി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളില്ല? അങ്ങനെ വിരോധങ്ങളൊന്നും വരുന്നില്ല, പ്രശ്നങ്ങളില്ല. പക്ഷെ എല്ലാ സ്ഥാനങ്ങളിലും കൈ വച്ചിരിക്കണം എന്നുള്ളത് കാര്യം ഓർക്കുക. ചിലപ്പോ ഒന്ന് നമ്മൾ സ്കിപ്പ് ചെയ്ത് വേറെ സ്ഥാനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ സ്ഥാനത്തിലേക്ക് തിരിച്ചു വീണ്ടും വരാം, കുഴപ്പമില്ല, വരാം. സാർ, അതുപോലെ നമ്മുടെ കാല് നിലത്ത് വെക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല സാർ? അവിടെ ചോദിച്ചിട്ടുള്ളതാണ്. അത് എനർജി ഇങ്ങനെ ലൂസ് ആവുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഇരുന്ന് ചെയ്യുക, കാല് നിലത്ത് വെക്കുന്നതിനെ കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. യെസ്, ലെവൽ 2 നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ 21 ഡേയ്സിന്റെ കോഴ്സ് ചെയ്താൽ മാത്രമേ, പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ലെവൽ 2ലേക്ക്. അതിലും ഇതേപോലെ തന്നെ 21 ഡേയ്സിന്റെ പ്രാക്ടീസ് ഉണ്ട്, അതും ചെയ്യണം. പക്ഷെ ഇതിനേക്കാളും ഒരുപാട് പവർഫുൾ ആണ്. അതില് നിങ്ങൾക്ക് സിംബൽസ് കിട്ടും, വിദൂര ചികിത്സ നടത്താനായിട്ട് സാധിക്കും ഈ സിംബൽസ് ഉപയോഗിച്ചിട്ട്. പേഷ്യന്റ് അടുത്ത് വേണമെന്നില്ല, എത്രയോ ദൂരെയുള്ള വ്യക്തികൾക്ക് പോലും. ഞാനിപ്പോ എങ്ങനെ നിങ്ങൾക്കൊക്കെ ദീക്ഷ നൽകിയത്, അതേ രീതിയിൽ സെക്കൻഡ് ലെവൽ പഠിച്ചു കഴിഞ്ഞാൽ ആ അനുഭവം വ്യക്തികളിലുണ്ടാവും. അവർക്ക് എനർജി. ഈ സാറേ സിംബൽസ് ഉപയോഗിക്കുമ്പോ ടൈം കുറച്ച് മതിയോ? നമ്മൾ ഇപ്പൊ ഫസ്റ്റ് കോഴ്സ് ചെയ്യുന്നതിനെക്കാട്ടും ടൈം കുറച്ച് മതിയോ ഇങ്ങനെ? അല്ല, 3 മിനിറ്റ്സ് അല്ല അവിടെ ഇപ്പൊ ചെയ്യുന്നത് പോലെ തന്നെ. പക്ഷെ നമ്മൾ അതിനകത്ത് ഈ 3 സിംബൽസ് ആഡ് ചെയ്യും. എന്നിട്ട് അടുത്ത സ്ഥാനത്തേക്ക് കൈവച്ച് വെക്കുമ്പോൾ വീണ്ടും ആ 3 സിംബൽസ് അവിടെ ആഡ് ചെയ്യും. അങ്ങനെയാണ് സെക്കൻഡ് ലെവലിൽ പോകുന്നത്. അതും ഇതുപോലെ തന്നെ 21 ഡേയ്സ് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സാറ് സെൽഫ് ഹീലിങ്ങിന് ഇപ്പം നേരത്തെ ചോദിച്ചോണ്ട് ചൊറിച്ചില് അങ്ങനെ ബുദ്ധിമുട്ട് സെൽഫായിട്ടുണ്ടെങ്കിൽ അതിന് 21 ഡേയ്സ് വരെ കാത്തുകണ്ടല്ലോ? വേണ്ട, അത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഈ പ്രാക്ടീസ് സമയത്ത് തന്നെ ചെയ്യാം. എല്ലാം കഴിഞ്ഞ് എക്സ്ട്രാ സമയം കൊടുത്തോളൂ. പറഞ്ഞില്ലേ, എവിടെയാണോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയ
അതിന് പുറമെ നാഭിയുടെ മേലെയുള്ള 2 ഇഞ്ച് മേലെയുള്ള ഭാഗവും നാഭിക്ക് 2 ഇഞ്ച് താഴെയായിട്ടുള്ള ഭാഗവും റേക്കി കൊടുക്കുക. മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ, ഇപ്പൊ നിങ്ങൾ അലോപ്പതി മെഡിസിനോ ഏതെങ്കിലും ഹോമിയോ വല്ലതും കഴിക്കുന്നുണ്ടെങ്കിൽ, ആയുർവേദ ഏതാണെങ്കിലും അത് കഴിച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യാം. അത് മാത്രമല്ല, ഈ മെഡിസിൻസിനൊക്കെ നിങ്ങൾക്ക് റേക്കി നൽകും. നിങ്ങളുടെ അലോപ്പതി മരുന്നാവട്ടെ, ആയുർവേദ ആവട്ടെ, ഹോമിയോ ആവട്ടെ, ഇതിനൊക്കെ റേക്കി നിങ്ങൾക്ക് സ്വയം കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്നും ചെയ്യാം. ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് അതിന് ബോക്സിന്റെ അകത്ത് വെച്ച് കൈ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് റേക്കി നൽകാം. അപ്പൊ അതിന് മെഡിസിൻ എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ശരീരത്തിനെ നിങ്ങളെ ബാധിക്കില്ല. ക്വിക്ക് ഹീലിംഗ് നടക്കും. നേരത്തെ പറഞ്ഞതുപോലെ 10 ദിവസം ചികിത്സക്ക് സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ അത് ഭേദമായി കിട്ടും. എല്ലാവരുടെയും സംശയങ്ങൾ എല്ലാം മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ എന്തെങ്കിലും സംശയങ്ങൾ തീരുന്നില്ല. റേക്കി നമ്മൾ എത്രയും പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഓരോ പുതിയ പുതിയ അനുഭവങ്ങളുണ്ടാവും, അതുപോലെ തന്നെ സംശയങ്ങളും വരും. അപ്പൊ അതിനനുസരിച്ചിട്ടുണ്ട് എനിക്ക് ഫോൺ ചെയ്ത് ചോദിക്കാം, മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ തിരിച്ച് മറുപടി നൽകുന്നു. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് വിരാമം നൽകുക. ഒരുവിധം എല്ലാവരുടെയും സംശയങ്ങൾ ബേസിക് ആയിട്ട് അടിസ്ഥാനമായിട്ടുള്ള ഒരുവിധ സംശയങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലേ മുരളീധരൻ സാറിന് എന്താ പറയാനുണ്ട്? ഞാനെല്ലാം കേൾക്കുന്നുണ്ട് സാറേ. എനിക്കുള്ള ചോദ്യങ്ങളെല്ലാം അവിടെ വന്നു കഴിഞ്ഞു. എനിക്ക് എല്ലാ സംശയങ്ങളും വന്നേ സാറേ. ഞാൻ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി സാറിനെ ബന്ധപ്പെടും. ഉറപ്പായിട്ടും. വളരെ 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 നന്ദി. എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് ഈ ചോദ്യോത്തരവേള ലൈവ് സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, എല്ലാവരും ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഈ റെക്കിയുടെ യാത്ര നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതിൽ വിജയം കൈവരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. Gratitude, sir. Gratitude. Thank you.